അപ്പോൾ അവരിവിടെ നിന്ന് ആ ഭാഗത്തേക്ക് കയറുകയും അവിടെ നിന്ന് വരുന്ന വാഹനം അമിത വേഗതയിൽ വരികയും വളരെ അധികം അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അടിയന്തരമായി ഇവിടെ വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് പൂർത്തീകരിച്ച് ഇവിടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ഒരു കപടത നിറഞ്ഞ ലോകത്ത് സ്വാർത്ഥതയില്ലാതെ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ സമയത്താണ് ചേട്ടൻ സ്വന്തം കാശൊക്കെ ചിലവാക്കിയിട്ട് ഇത്രയും ഓടി ഇത്രയൊക്കെ സമ്പാദിക്കുന്നത്. ചേട്ടനെ വിസ്മയസിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം. നമ്മുടെ വിളഭാഗം സുശീന്ദ്രൻ ചേട്ടനെ ഞങ്ങൾ ചാനൽ മുഖേന പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ഉത്തരവ് കൂടി സമ്പാദിച്ചിട്ടുണ്ട്. ഇത് ഈ മരക്കടമുക്കിലുള്ള ഒരു റോഡാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് 5 തെങ്ങ് അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ്. ഈ റോഡിൽ വിസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. കൊടും വളവാണ്. അവിടെ നിന്നൊരു റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. ആർക്കും വിസിബിലിറ്റി ഇല്ല. കാരണം വളരെ സ്പീഡിലാണ് ഈ റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നത്. ഒരുപാട് അപകടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെതിരെ ചേട്ടൻ ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചേട്ടാ, എന്താണ് സംഭവം? അതായത് ഈ പ്രദേശം എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന പുത്തൻചന്തയിൽ നിന്ന് കടയ്ക്കാവൂരിലേക്ക് പോകുമ്പോൾ 3 മുക്ക് ജംഗ്ഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പം നോക്കുമ്പോൾ കാലാകാലങ്ങളിൽ നിരന്തരം ഇവിടെ അപകടങ്ങൾ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ ഈ 3 റോഡുകൾ വന്ന് ഒരുമിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, അവിടെ നിന്ന് അമിത വേഗതയിൽ ഒരു വാഹനം വർക്കലയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ അയന്തി ഇവിടെ കടയ്ക്കാവൂർ റോഡിൽ നിന്ന് കയറി വരുന്ന വാഹനം മരക്കടമുക്കിലോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങന്ന് വരുന്ന, അതായത് വർക്കല ഭാഗത്തു നിന്ന് വരുന്ന വാഹനം കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരിവിടെ നിന്ന് ആ ഭാഗത്തേക്ക് കയറുകയും അവിടെ നിന്ന് വരുന്ന വാഹനം അമിത വേഗതയിൽ വരികയും വളരെ അധികം അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മരക്കടമുക്കിൽ ഇറങ്ങി വരുന്ന വാഹനവും അമിത വേഗതയിൽ വന്ന് ഈ റോഡിലോട്ട് കിടക്കുമ്പോൾ ആ എതിരെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന നിരവധി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുജനങ്ങളും മറ്റും അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പല ഉദ്യോഗസ്ഥരും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇവിടെ നിത്യേന ഈ അപകടം സംഭവിക്കുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഇവിടെ കാണേണ്ട ഒരു ആവശ്യമാണ്. അങ്ങനെയാണ് അഴിമതി രഹിത സംരക്ഷണ സമിതി തിരുവനന്തപുരം ജില്ലയിലെ PWD റോഡ് സെക്ഷൻ്റെ സൂപ്രണ്ട് എഞ്ചിനീയർക്ക് ഒരു നിവേദനം നൽകുകയുണ്ടായി. ആ നിവേദനം അവർ ഈ സ്ഥലം നിവേദനത്തിൻ്റെ ഭാഗമായി ഈ സ്ഥലം സന്ദർശിക്കുകയും അവർ പരിശോധിച്ചപ്പോൾ ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുകയും അമിത വേഗതയിൽ ഇറങ്ങി വരുമ്പോൾ കാഴ്ചയില്ലാതെ, അതായത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുവാൻ കഴിയുന്നില്ലെന്ന് തന്നെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഗതാഗത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നവർ ഉറപ്പു നൽകി. അങ്ങനെ ഒരു ഉത്തരവ് അവർ ഇറക്കുകയുണ്ടായി. PWD സൂപ്രണ്ട് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് തന്നെ ഒരു ഉത്തരവിറക്കലുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവരുടെ വർക്ക് RC വർക്കിൽ ഉൾപ്പെടുത്തി റംബിൾ സ്ട്രിപ്സ് തുടങ്ങിയ സാധനങ്ങൾ വെച്ച് വാഹനത്തിൻ്റെ സ്പീഡ് ബ്രേക്കർ വെച്ച്, അതായത് ആളുകൾ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിനുള്ള ഇരു റോഡുകളിലും, അതായത് ഈ 3 വശത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ വേഗത കുറച്ച് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അതിനുശേഷം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, വർക്കലത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ നേരിൽ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, വേറൊരു സ്ഥലത്ത് വർക്ക് നടക്കുന്നത് കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അടിയന്തരമായി ഇവിടെ വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് പൂർത്തീകരിച്ച് ഇവിടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അപ്പോൾ നമ്മളുടെ അഴിമതി രഹിത സംരക്ഷണ സമിതി ജനഹിതമായ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒന്നുകൂടി വ്യക്തമാക്കാം. കാരണം നമ്മൾ വർക്കല പോലീസ് സ്റ്റേഷൻ്റെ ശോചനീയ അവസ്ഥയെപ്പറ്റി ചേട്ടനാണ് വാർത്ത ആദ്യമായിട്ട് നമുക്ക് തന്നത്. അന്ന് പറഞ്ഞായിരുന്നു 3 ജീപ്പും ഒരു ഡ്രൈവറും. ആ ഒരു ഡ്രൈവർ 3 ദിവസം ഉറങ്ങാതെ ഓടിച്ചാൽ പോലും 3 ജീപ്പ് ഓടിക്കാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ആണ് മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ചേട്ടൻ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയത്. എന്തായാലും ചേട്ടാ, ഇത് ഉത്തരവ് ഉടനെ നടപ്പാവോ? ഉത്തരവ് ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ, അടിയന്തരമായി RC വർക്കിൽ ഉൾപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ AU സംസാരിച്ചപ്പോൾ ഓർഡറായി കഴിഞ്ഞു. ഇനി ആ വർക്ക് വേറൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നടപടി പൂർത്തീകരിക്കുമെന്നുള്ളത് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വർക്ക് നടക്കുകയും ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലുള്ള ജനഹിത പരിപാടികളുമായി അഴിമതി രഹിത സംരക്ഷണ സമിതി മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മളുടെ അന്വേഷിച്ചപ്പോൾ 5 തെങ്ങ് പോലീസ് സ്റ്റേഷനിലും
ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പോലീസിന് വിടത്തില്ലല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി 5 തെങ്ങ് പോലീസ് സ്റ്റേഷനിലും ഇന്നൊരു നിവേദനം കൊടുക്കുവാൻ DIGക്ക് കൊടുക്കുവാൻ പോവുകയാണ്. അവിടെ കൂടി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കേണ്ടത് തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് 5 പോലീസ് സ്റ്റേഷനിലും അടിയന്തരമായി സ്ട്രെങ്ത് കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് DIGക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് നടക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള താങ്കളും വിസ്മയ ചാനലും അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് നമ്മളെ നാട്ടിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഈ ഒരു കപടത നിറഞ്ഞ ലോകത്ത് സ്വാർത്ഥതയില്ലാതെ ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ സമയത്താണ് ചേട്ടൻ സ്വന്തം കാശൊക്കെ ചിലവാക്കിയിട്ട് ഇത്രയും ഓടി ഇത്രയൊക്കെ സമ്പാദിക്കുന്നത്. ചേട്ടനെ വിസ്മയ ന്യൂസിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ തുടരട്ടെ. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം സീത് മാരാർ സൈനിങ് ഓഫ്.